എല്ലാവർക്കും നമസ്കാരം ഉണ്ട്. നമ്മൾ ഇന്ന് വെച്ചാൽ ഒരു കിടക്കാശി വീഡിയോ ആയിട്ടാണ്. പക്ഷേ അതിന് മുമ്പ് എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഓണം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് PVC പൈപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഈസിയൊരു ഫ്ലവർ പോട്ട് ഉണ്ടാകുന്നതാണ് വെച്ചാൽ. അപ്പം എന്തൊക്കെയാണെന്ന് വെച്ചാൽ PVC പൈപ്പും നമ്മുടെ ചിരട്ടി ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാകുന്ന നോക്കാം. വീട്ടിലൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു ചാനൽ പരിചയപ്പെടുത്തായി. ചാനലിൻ്റെ പേര് വെച്ചാൽ യാസി ടെക്നോ എന്നാണ്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ കുറച്ച് ടെക് കാര്യങ്ങളൊക്കെ റിലേറ്റഡായ കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്കൗട്ട് ചെയ്യാം. നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് 11 ചിരട്ടയാണ്. അപ്പം ഹോളില്ലാതെ അത്രയും നല്ലത്. ഇപ്പോൾ ഹോളില്ലാതെ തന്നെ യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ സാൻഡ് പേപ്പർ വെച്ച് നല്ലത് മിൻസാക്കി എടുക്കാം. അതുപോലെ നമുക്ക് 11 ചിരട്ടി മിൻസാക്കി എടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ 11 ചിരട്ടി നമ്മൾ മിൻസാക്കി സാൻഡ് പേപ്പർ കൊണ്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് ജോയിൻ്റ് ചെയ്യുന്ന പൈപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ ചിരട്ടയുടെ പരിപാടിയൊക്കെ ഞാൻ അടുത്ത പൈപ്പിന് ഇടുകയാണ്. അപ്പോൾ ഞാൻ അവിടെ 2 പൈപ്പ് ജോയിൻ്റ് വലിയ പൈപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചകരിക്കാരോട് ഫുൾ ചുറ്റെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ചകരിക്കാരെടുത്ത് വീട്ടിൽ കെട്ടിട്ട് കൊടുക്കാം. നല്ല ടൈറ്റ് തന്നെ കെട്ടിട്ട് കൊടുക്കണം. പക്ഷേ നമുക്ക് ഫുൾ ചുറ്റിയെടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു ചൂടിക്കറുണ്ട് നമ്മൾ ഇത്രയെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഇത്രയും ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ചുറ്റിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ചിരട്ട എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിരട്ടക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കുന്നത് നമ്മൾ എന്ത് കളർ അടിക്കുന്നത് വെച്ചാൽ ഇവിടെ ബ്രൗൺ കളറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇവിടെ അടിക്കാൻ. ഇപ്പോൾ ഒരു ബ്ലാക്ക് അല്ല കഴിച്ചത്, ബ്രൗൺ കളറാണ്. അപ്പോൾ നമുക്ക് അടിച്ചു തുടങ്ങാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 11 ചിരട്ടക്കും നല്ല രീതിയിൽ തന്നെ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു ദിവസം വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് തന്നെ ഉണങ്ങി വരും. അതിനുശേഷം നമുക്കിതൊന്ന് ഡ്രില്ല് ചെയ്ത് ഹോൾട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ പൈപ്പിലേക്ക് സെറ്റാക്കാൻ വേണ്ടിയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, അടുത്തൊരു വെച്ചാൽ നമുക്ക് ഇതിന് ഡ്രില്ല് ചെയ്ത് തോട്ടേക്കാൻ തരുന്നുണ്ട്. ഇപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഡ്രില്ലിംഗ് മെഷീനെ കൊണ്ട് ഡ്രില്ലിംഗ് മെഷീൻ ഉള്ള ഡ്രില്ലിംഗ് മെഷീൻ ആക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ ഉള്ളിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിതിന് ഒരു ഹോൾട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഡ്രില്ലിംഗ് മെഷീനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഏകദേശം ഇവിടെ ആയിട്ടാണ് ഡ്രില്ല് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഇവിടെ ഡ്രില്ല് ചെയ്തെടുക്കാം. ഏകദേശം ഇവിടെ ആയിട്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് അടുത്ത അങ്ങനെ എല്ലാം നമുക്ക് ഇട്ടെടുക്കാം. ഫ്രണ്ട്സ്, ഇത് ഫുള്ള് നമ്മൾ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കൈസപ്പ് ഇതാ ഫുള്ള് നമ്മൾ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി വെച്ചാൽ ഇതിന് നമുക്ക് നമ്മുടെ ചിരട്ട സ്ക്രൂ ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ചിരട്ടയുടെ അളവ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ നൂല് ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എവിടേക്കാണ് നമ്മുടെ ചിരട്ട ഹാങ് ചെയ്തിടേണ്ട സ്ഥലം നോക്കാൻ വേണ്ടിയാണ്. ഫ്രണ്ട്സ്, അപ്പം അമ്മ ഒരു അറ്റത്ത് വെക്കുക. അതിനുശേഷം നമുക്കൊന്ന് ഞാൻ തിരിച്ചു കൊടുക്കാം. നമ്മുടെ പൈപ്പ് നമ്മൾ തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു വളഞ്ഞ ഷേപ്പിൽ നമുക്ക് എവിടെയൊക്കെയാണ് നമ്മുടെ ചിരട്ട വെക്കേണ്ടതെന്നൊരു ഐഡിയ കിട്ടും. അവസാനമായിട്ട് നമുക്ക് കെട്ടിയിടണം. നമുക്കിവിടെ കെട്ടിട്ട് വെക്കാം. ബാക്കി എക്സ്ട്രാ പീസ് മുറിച്ചളയാം. ഫ്രണ്ട്സ്, അപ്പം എല്ലാ ചിരട്ടിയും അളവിനനുസരിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. ഏറ്റവും അടിയിൽ ഏറ്റവും വലുതായിരിക്കും, മുകളിലേക്ക് ഏറ്റവും ചെറുതായാണ് വെച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പം എല്ലാത്തിനും ചിരട്ട വെക്കേണ്ട ഹോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇവിടെയാണ്, അങ്ങനെ ഇവിടെയാണ്. അങ്ങനെ ഈ കയറിന് ചുറ്റും നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഹോൾട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ളൊന്ന് പൈപ്പിന് ഹോൾട്ട് എടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഹോൾഡ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് മാർക്ക് നമ്മുടെ വരുന്നത് ഈ സൈഡിലാണ് ഫസ്റ്റ് മാർക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഡ്രില്ലിംഗ്. ഫ്രണ്ട്സ്, അപ്പോൾ കയറിൻ്റെ മുകളിൽ ഹോൾ ഇടരുത്. കയറിൻ്റെ താഴെ ഒരു പൈപ്പിലാണ് നമ്മൾ ഹോൾ ഇടേണ്ടത്. കയറ് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ഹോൾ ഇവിടെ ഇട്ടിട്ടുണ്ട്.
എല്ലാ ഹോളും ഇട്ടെടുക്കാം. അപ്പോൾ സെക്കൻഡ് ഹോൾ വരുന്നത് ഇവിടെ ആയിട്ടാണ്. ഇവിടെ നമുക്ക് കുറച്ച് കയർ മാറ്റാം. അപ്പോൾ നമ്മുടെ ഹോളൊക്കെ ഇടിച്ചിട്ട് നമുക്കിനി ഈ കയറ് മാറ്റി കൊടുക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ചിരട്ട ഒന്ന് ഹോൾ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ സ്ക്രൂ ആണ് ഇടാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം നല്ല നീളം കൂടിയാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ചെറുതിന്ന് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ചെറുതിന്ന് വലുതേക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ ഇട്ട് കൊടുക്കാം. നമ്മൾ ഹോൾ ചെറുതേ എടുത്തുള്ളൂ, കാരണം ടൈറ്റിൽ ഇരിക്കാൻ വേണ്ടിയാണ്. നമുക്കൊന്ന് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്ക്രൂ പകുതി ഇട്ട് വെച്ചിട്ടുണ്ട്. പകുതി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹോള് എവിടെയാണെന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് വൃത്തിയാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ടൈറ്റ് വെച്ചാൽ നമുക്കിനി നമ്മുടെ സ്ക്രൂ ഇതിലേക്ക് ഇറക്കി വെച്ചെടുക്കാം. ഫ്രണ്ട്സ്, ഇവിടെയായിട്ട് വരും. നമുക്ക് ടൈറ്റ് ആക്കി കൊടുക്കാം. കുറച്ച് ടൈറ്റ് ഉണ്ടാവും. നമ്മുടെ ഹോൾ നമ്മൾ ചെറുതാക്കി ഇട്ട് കൊണ്ട് തന്നെയാണ്. എന്നാലും നമ്മുടെ ചിരട്ട ടൈറ്റിൽ നിൽക്കും, അതിനു വേണ്ടിയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എല്ലാ ചിരട്ടയും നമ്മൾ സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനത്തെ ലുക്കാണ് കേസ് ഇപ്പോൾ ഇത് കാണുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മണ്ണെന്ന് പറഞ്ഞാൽ നമുക്ക് ചെടി വെക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. മൊത്തം റാപ്പ് എടുത്തിട്ടുണ്ട് കേസ്. ഇതാ നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ തന്നെ. തിരിച്ച് കാണിച്ചു തരാം. എല്ലാം സെറ്റാക്കി എടുത്തിട്ട് നമുക്കിത് മണ്ണ് നിറക്കാം. എല്ലാത്തിലും മണ്ണ് നിറച്ചിട്ടുണ്ട്. എല്ലാത്തിലും മണ്ണ് നിറച്ചു. നല്ല കട്ട വെയിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെടി വെച്ചെടുക്കാം. അപ്പോൾ കുറച്ച് പൂവില്ല, കുറച്ച് 10 മണിയാണ് എടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ട് നമുക്ക് കാണാം. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെൽബട്ടൺ കൊണ്ട് എന്നെ വിളിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല കിടക്കാച്ചി വീഡിയോ വരുന്നതായിരിക്കും. അജു സൈനിങ് ഔട്ട്.